ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അരുവിപ്പുറം ക്ഷേത്രത്തിലും മഠത്തിലും നടത്തുന്ന ഗുരുദേവ കൃതികളുടെ പഠന ക്യാമ്പിനെ കുറിച്ചുള്ള ഒരു അറിയിപ്പാണ്. നമ്മളെല്ലാ വർഷവും സമ്മർ വെക്കേഷൻ സമയത്ത് ഗുരുദർശനങ്ങളെ പഠിക്കുന്നതിനും അതിനെ മനനം ചെയ്യുന്നതിനും വേണ്ടി ക്യാമ്പ് നടത്താറുണ്ട്. അപ്പോൾ ഈ വർഷം ഏപ്രിൽ 20-21 തീയതികളിലായിട്ട് 5 ദിവസത്തെ ക്ലാസ്സാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഒരു 10th ക്ലാസ് തുടങ്ങിയുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ താല്പര്യമുള്ള മറ്റ് എല്ലാവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ, അതേപോലെ ജാതി മത ഭേദമന്യേ ഏവർക്കും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നതാണ്. 5 ദിവസത്തെ പഠന ക്യാമ്പാണ്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ 64ഓളം കൃതികളാണ് രചിച്ചിട്ടുള്ളത്. സംസ്കൃതത്തിലും മലയാളത്തിലും തമിഴിലുമായിട്ട്. പിന്നെ ഗുരുവിൻ്റെ പരിഭാഷകളുണ്ട്, മന്ത്ര രചനകളുണ്ട്. ഇങ്ങനെ ഗുരുവിൻ്റെ കാവ്യലോകം അനന്തമാണ്. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ തന്നെയല്ല, ഇന്ത്യയിൽ ഒക്കെ നമ്മൾ മഹർഷിമാരെ ശ്രദ്ധിച്ചാൽ അവരുടെ ജീവിതം നമ്മൾ ഒന്ന് പഠിക്കുവാനായിട്ട് പഠന വിധേയമാക്കിയാൽ ഇങ്ങനെ ഇത്രമാത്രം വിശാലമായ ഒരു കാവ്യലോകം, ഒരു ദർശന ലോകം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് 3 ഭാഷകളിൽ അഗാധമായിട്ടുള്ള പാണ്ഡിത്യവും, അതേപോലെ തന്നെ വ്യാസന് ശേഷം പ്രസ്ഥാനത്രയത്തിൽ ബ്രഹ്മസൂത്രം എന്ന് പറയുന്ന ആ മഹത്തായ കൃതി വ്യാസൻ രചിച്ചതിന് ശേഷം അതേപോലെ ഒരു കൃതി വേറെ ഒരു മഹർഷിയും രചിച്ചതായി നമ്മൾ കാണുന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച വേദാന്ത സൂത്രമാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വേണ്ടുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും സമഗ്രമായി സമന്വയിപ്പിച്ചുകൊണ്ട് രചിച്ചിട്ടുള്ള ശ്രീനാരായണ ധർമ്മവും, അതേപോലെ തീർത്ഥാടന ലക്ഷ്യങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെയാണോ ഒരു മനുഷ്യന് വേണ്ടുന്നത് അതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഉള്ള ഗുരുവിൻ്റെ രചനകൾ, ഗുരുവിൻ്റെ ജീവിതം, ഇതെല്ലാം സാമാന്യമായിട്ടൊന്ന് പരിചയപ്പെടുത്തുക. താല്പര്യമുള്ള വ്യക്തികൾക്ക് അത് ഇവിടെ നിന്ന് പഠിക്കുവാനും അവർക്ക് വന്ന് പോയി പഠിക്കുവാനുമുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. അതിൽ നമ്മൾ രാവിലെ തന്നെ ഗുരുവിൻ്റെ ഹോമമന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ശാന്തി ഹോമം ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അതോടൊപ്പം യോഗയും പ്രാണായാമവും മെഡിറ്റേഷനും ഒക്കെ ഉണ്ട്. ഗുരുവിൻ്റെ കൃതികളുടെ പരിചയപ്പെടുത്തലുണ്ട്. പ്രധാനപ്പെട്ട കൃതികൾ നമ്മളന്ന് പണ്ഡിതന്മാരായിട്ടുള്ള വ്യക്തികൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. സംശയങ്ങൾ തീർക്കുവാനുള്ള വേദിയുണ്ട്. അങ്ങനെ വ്യക്തിത്വ വികസനവും, അതേപോലെ ഇന്ന് നമ്മൾ നേരിടുന്ന ടെൻഷൻ, മാനസിക സംഘർഷം ഒക്കെ നമുക്ക് മാറ്റിയെടുക്കുന്നതിനും പവിത്രമായ നെയ്യാറിൽ കുളിക്കുവാനും നെയ്യാറിൻ്റെ തീരത്ത് ധ്യാനത്തിലിരിക്കുവാനും ശ്രീനാരായണ ഗുരുദേവൻ ധ്യാനിച്ചിരുന്ന ഗുഹ ഈ നദീതീരത്താണ്. അതേപോലെ കൊടിതൂക്കി മലയിലും ഗുരു തപസ് ചെയ്ത ഗുഹയുണ്ട്. ഗുരു ബാലമുരുകനുമായി നേരിട്ട് സംവദിച്ച പീഠം അവിടെ ഉണ്ട്. അങ്ങനെ എന്തുകൊണ്ടും ഏറ്റവും അനുയോജ്യമായ ഒരു സങ്കേതമാണ് അരുവിപ്പുറം ക്ഷേത്രവും മഠവും. അപ്പോൾ
ഈ മഠത്തിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന ഈ പഠന ക്ലാസ്സിൽ സാധന പഠന ക്യാമ്പാണ് ശരിക്കും അത്. അപ്പോൾ അതിനെ നമുക്ക് പരമാവധി, പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെ പരീക്ഷയും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ടും തന്നെയുമല്ല വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടികൾക്കും അവരുടെ ഒരു വിവാഹ പൂർവ്വ കൗൺസിലിംഗ് ഉൾപ്പെടെ നമുക്കതിന് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്യാമ്പാണ്. അപ്പോൾ ആർക്കൊക്കെയാണോ ഈ അവസരത്തെ, നമ്മൾക്ക് ലഭിക്കുന്ന ഈ പുണ്യമായിട്ടുള്ള അവസരത്തെ ഉപയോഗിക്കാൻ പറ്റുന്നത്, അവർക്കേവർക്കും ഈ ക്യാമ്പിലേക്ക് സ്വാഗതം. എപ്പോഴും നമ്മൾക്ക് അവസരങ്ങൾ ഉണ്ടാകാറില്ല, കാരണം സമയം നമ്മളെ നോക്കി നിൽക്കാറില്ല. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുവാനായിട്ട് ഗുരുവിൻ്റെ ആശയത്തെ, ഗുരുവിൻ്റെ ദർശനത്തെ, ഗുരുവിനെ ഇഷ്ടപ്പെടുന്നവർക്ക് കിട്ടിയ ഒരു സുവർണ അവസരമാണ്. ഏവരും അത് ഉപയോഗപ്പെടുത്തുക. ഏവർക്കും സ്വാഗതം. നമസ്കാരം.